ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ആണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. തമ്മിലൊരു സാമ്യമുണ്ട്. എന്താ? ഇപ്പൊ ദുബായിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ആയാലും എയറിൽ കയറാൻ വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക്. ഫ്ലൈറ്റ് വേണമെന്നില്ല. രണ്ട് തൂല് വ്യത്യാസമുണ്ട്. എനിക്ക് അങ്ങനത്തെ പ്രശ്നമല്ലേ ഇപ്പൊ, നിങ്ങൾക്കൊക്കെ ഉള്ളൂ. ഞാൻ അതിൽ നിന്ന് മാറി. ഞാനിപ്പോ ഒന്ന് സ്വന്തമായി എടുത്ത് കുറച്ച് അതിൽ നിന്നൊന്ന് മാറി നിൽക്കുവാണ്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു അറിയത്തില്ല, ആൾക്കാർ മാറിയെന്ന് ചേട്ടൻ പറഞ്ഞില്ല. ഹേറ്റേഴ്സിനെ ഫാൻസ് ആക്കി, ഹേറ്റേഴ്സിനെ ഫാൻസ് ആക്കാനും നോക്കിയിട്ടില്ല, ഫാൻസിനെ ഹേറ്റേഴ്സ് ആക്കാനും നോക്കിയിട്ടില്ല. ഞാൻ ആരാണോ ഞാൻ അങ്ങനെ നിന്നിട്ട് മാത്രമേ ഉള്ളൂ. അതിപ്പോ എയർ ആണേലും അണ്ടർഗ്രൗണ്ട് ആണേലും ഐ ഡോണ്ട് റിയലി ഗിവ് എ ജാക്ക്. I don't really care. That doesn't matter. But I think അത് നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. അത് എൻജോയ് ചെയ്യൂ. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. ഞാൻ ചത്തോയ എന്റെ പിള്ളേർക്ക് നീ ചെലവിനോട് കൂടാ. അതെ, വെറുതെ ധൈര്യം തന്നെ ആളെ കൊല്ലാൻ നോക്കാം. അതെ, നമ്മള് ഫൈറ്റേഴ്സ് അല്ലേ, നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്തോണ്ടിരിക്കും. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പം വന്നത് കൊണ്ടും കഴിഞ്ഞ ഇത്ര വർഷമായിട്ടുള്ളത് കൊണ്ടും അത് എല്ലാവർക്കും ഒരു വോയിസ് ഉണ്ട്. എല്ലാവർക്കും ഇപ്പൊ രാജമൗലി ഒന്നും വേണ്ട സൂപ്പർ സ്റ്റാർ ആവണമെങ്കിൽ ഈ ഒരൊറ്റ മൊബൈല് മതി. ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്ടിങ്? And that is the power of digital media and social media. അത് നന്നായി ഉപയോഗിക്കുന്നവർക്ക് congratulations. അത് നന്നായി അല്ലാതെ ഉപയോഗിക്കുന്നവർക്ക് I mean good for you. Whatever you want to do what you want to do. എന്തത് വായിൽ നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. സുന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം.